അത് തന്നെയാണ് അഭിലാഷ്. നമ്മളെ ആ കാട് മൂടിയ സ്ഥലത്ത് തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നാട്ടുകാരുടെയും പോലീസിൻ്റെയും കൂടെ നമ്മൾ ചേർന്ന് തിരഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് ഇപ്പുറത്തെ ഭാഗത്ത് നിന്ന് ആൾക്കാരുടെ ശബ്ദം കേൾക്കുന്നത്. അതായത് ഗോവിന്ദച്ചാമി പിടിയിൽ എന്ന ആൾക്കാർ ഉച്ചത്തിൽ വിളിച്ചു പറയുകയായിരുന്നു. ആ സമയത്ത് ഞാൻ അഭിലാഷ് ലൈവിൽ തന്നെ പറഞ്ഞിരുന്നു, മറുഭാഗത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണെന്ന്. നേരെ ഓടിപ്പോകുന്ന സമയത്ത് അവിടെ ഒരു തോടുണ്ട്, ആ തോട് ചാടിക്കടന്ന് അപ്പുറത്തേക്ക് എത്തുകയാണ്. ആ സമയത്താണ് അവിടെയുള്ള ഒരു കെട്ടിടത്തിന് അവിടെ പുറകിൽ തന്നെയായി ഒരു കിണറുണ്ട്. ആ കിണറിൽ വെച്ച് തന്നെ ഏതായാലും പോലീസ് ഗോവിന്ദച്ചാമിയെ പിടികൂടിയിരിക്കുകയാണ്. ഏതായാലും പിടിച്ചു. സന്തോഷം. അല്ലെ, പിടിച്ചിട്ടില്ലെങ്കിൽ ഇത് പോലീസിനും പോലീസിന് എല്ലാവിധ അഭിവാദ്യങ്ങളും. ഇത്രയും വലിയ കൊടും ക്രിമിനൽ എങ്ങനെ ജയിൽ ചാടിയെന്ന് ഇനി അന്വേഷിക്കണം, എന്തായാലും ആക്കണം. രാത്രിയൊക്കെ 12 അടിയുള്ള ജയില്, ഇലക്ട്രിക് ഫെൻസ് ചാടുക, ഇന്നലെ വന്ന നാണക്കേട് കേരളത്തിന് തന്നെയാണ്. എങ്ങനെയാണ് ക്രിമിനലിനെ പിടിച്ചെന്നു ആ സൗമ്യൻ്റെ അമ്മക്കും വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഇത്. അവർ കരഞ്ഞ് അവിടെ ഇരിക്കുന്നതാണ്. ഇത് എന്തായാലും പോലീസിനൊരു പക്ഷേ ഇനിയെങ്കിലും സെൻട്രൽ ജയിലിലെ സുരക്ഷ മാനദണ്ഡങ്ങൾ മാറ്റിമറിക്കേണ്ടി വന്നിരിക്കുന്നു. മിഞ്ഞാന്ന് ഭാസ്കരക്കാരനവരുടെ വധക്കേസിലെ പ്രതിനെ രാജകീയമായിട്ടാണ് കൊണ്ടുപോയി. ആർക്കും അറിയില്ല എവിടെ പോയിന്ന്. നാട്ടുകാരുടെ പ്രതികരണമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഗോവിന്ദച്ചാമിയെ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങൾ, ഗോവിന്ദച്ചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ തത്സമയം എക്സ്ക്ലൂസീവായി മാതൃഭൂമി ന്യൂസിലൂടെ ലോകം കണ്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം എത്ര സാഹസികമായിട്ടാണ് പിടികൂടിയിരിക്കുന്നത്. ഗോവിന്ദച്ചാമി പിടിയിലായിരിക്കുന്നു. പോലീസിന്റെ ഈ ഓപ്പറേഷൻ മാതൃഭൂമിയുടെ ക്യാമറ കണ്ണുകളിലൂടെ ആണ് ലോകം തന്നെ കണ്ടത്. അതിന് രാഹുലും അതുപോലെ തന്നെ ഷിജിൻ നരിപ്പറ്റയും നിങ്ങൾ സാഹസികമായി നടത്തിയ റിപ്പോർട്ടിംഗ് അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഗോവിന്ദച്ചാമിയെ പിടികൂടിയിരിക്കുന്നു. മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറയിലൂടെ അതിപ്പോൾ ലോകം കാണുകയും ചെയ്യുകയാണ്. കിണറ്റിൽ നിന്ന് ഗോവിന്ദച്ചാമിയെ തൂക്കിയെടുക്കുകയായിരുന്നു പോലീസ്. ഗോവിന്ദച്ചാമി ആ മേഖലയിൽ തന്നെയുണ്ട്, തളാപ്പിലുണ്ട് എന്ന വിവരം കിട്ടിയത് മുതൽ തളാപ്പിന്റെ ആ കാട് മൂടിക്കിടന്ന പ്രദേശത്തിന്റെ മുക്കും മൂലയും അരിച്ചു പേർക്കുകയായിരുന്നു പോലീസും അതുപോലെ തന്നെ നാട്ടുകാരും. ഒടുവിൽ ഗോവിന്ദച്ചാമി ആ കിണറ്റിൽ ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിന്റെ കിണറ്റിനകത്തുണ്ട് എന്ന സൂചന കിട്ടിയതോടെ അവിടേക്ക് കുതിച്ചു പാഞ്ഞു. ഞങ്ങളുടെ ക്യാമറ സംഘവും ഒപ്പം പാഞ്ഞു. അങ്ങനെ കിണറ്റിൽ നിന്ന് വലിച്ചു തൂക്കിയെടുക്കുന്ന ഈ ദൃശ്യങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. മാതൃഭൂമി ന്യൂസിന്റെ സൂപ്പർ എക്സ്ക്ലൂസീവ് ആണ്. അതിൽ രാഹുലും ഷിജിനും അഭിനന്ദനം അർഹിക്കുന്നു. രാഹുൽ, ഈ ശബ്ദം കേട്ട ഉടനെ എനിക്ക് തോന്നുന്നു ഒരു 500 മീറ്ററെങ്കിലും ഉണ്ട് അങ്ങോട്ടേക്കല്ലേ? അഭിലാഷ്, അങ്ങനെയല്ല. നമ്മൾ ഈ ആദ്യം മുതലുള്ള കാര്യങ്ങൾ പറയാം. നമ്മൾ ആദ്യമേ വന്ന് ഓട്ടോക്കാരാണ് ഗോവിന്ദച്ചാമി ആദ്യം പോകുന്നത് കണ്ട ആളുകൾ, ദൃക്സാക്ഷികൾ. അവർ പിന്നീട് ഗോവിന്ദച്ചാമിയാണെന്ന് തിരിച്ചറിഞ്ഞ് പിന്നാലെ ഓടുകയായിരുന്നു. ആ സമയത്താണ് നിർമ്മാണം നടക്കുന്ന ആ വീടിന് മുൻപിലൂടെ മതിൽ ചാടിക്കടന്ന് ഗോവിന്ദച്ചാമി കാട് മൂടിയ സ്ഥലത്തേക്ക് പോകുന്നത്. അതിന് നിർമ്മാണ തൊഴിലാളികൾ ദൃക്സാക്ഷികളാണ്. പിന്നീട് ആ മേഖലയിൽ നാട്ടുകാർ, പോലീസ്, ഡോഗ് സ്ക്വാഡൊക്കെ ചേർന്ന് തിരച്ചിൽ നടത്തുകയാണ്. ആ സമയത്ത് നമ്മൾ ഇതിൽ പങ്കാളികളായ നാട്ടുകാരോടും ചോദിക്കുന്നു. അപ്പോഴാണ് കാട് വയക്കുന്നതിന് വേണ്ടി വന്ന ഒരു തൊഴിലാളി സ്ത്രീ കൂടി ഗോവിന്ദച്ചാമി അതുവഴി പോകുന്നത് കണ്ടു, അരമണിക്കൂർ മുമ്പാണ് എന്ന് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഗോവിന്ദച്ചാമി ആ മേഖലയിൽ തന്നെ ഉണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിച്ചതാണ്. അതിന് പുറത്ത് റോഡ് കഴിഞ്ഞ് റെസിഡൻസ് ഏരിയ ആണ്. അവിടെ നിന്ന് 1/2 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്ക് കൂടിയാണ്. അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യത വിരളമെന്ന് പോലീസ് പറഞ്ഞു. റെസിഡൻസ് ഏരിയകളിലെ CCTV ദൃശ്യങ്ങളൊക്കെ ലഭ്യമാകുന്നതെല്ലാം പോലീസ് പരിശോധിച്ച് ആ വഴി കടന്നു പോയിട്ടില്ല എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ അതിന് തൊട്ടു മുമ്പുള്ള കാട് മൂടിയ സ്ഥലം, ആളൊഴിഞ്ഞ കെട്ടിടങ്ങളിലാണ് ഗോവിന്ദച്ചാമി ഉണ്ടാകാനുള്ള സാധ്യത. ഞാൻ ആ മേഖലയിലുടനീളം നമ്മളും ഓരോ കോണ് കേന്ദ്രീകരിച്ച് ഇവിടെ തോടുണ്ട്, ഓടയുണ്ട്, ആ ഓടയുടെ അടിഭാഗമൊക്കെ ഒന്നടങ്കം പരിശോധിക്കുകയായിരുന്നു. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ നിൽക്കുന്നതിന് ഏകദേശം ഒരു 20 മീറ്റർ അപ്പുറം നിന്ന് ആളുകളുടെ ശബ്ദം ഉയർന്നു കേൾക്കുന്നത്. അതായത് എത്രയും സമയം എന്തിനു വേണ്ടിയാണോ ആഗ്രഹിച്ചത് അത് നടന്നിരിക്കുന്നുവെന്ന് കരഘോഷത്തോടെ ആളുകൾ ഉച്ചത്തിൽ വിളിച്ചു പറയുകയായിരുന്നു. അങ്ങനെ ഓടിപ്പോവുകയായിരുന്നു. ആ സമയത്ത് തോട്ടിലേക്ക് വീണതാണ്. ഏതായാലും ഈ വാർത്തക്കിടയിലായതുകൊണ്ട് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ തോട്ടിലേക്ക്. രാഹുലെ, ആ ശ്രമമാണ് കേരളത്തെ ഇന്ന് മുഴുവൻ കാണിച്ച, അല്ലെങ്കിൽ കേരളം മുഴുവൻ സംപ്രേഷണം ചെയ്യുന്ന ആ സൂപ്പർ എക്സ്ക്ലൂസീവ് ദൃശ്യത്തിലേക്ക് എത്തിയത്. രാഹുലും ഷിജിൻ നരിപ്പറ്റിയും വളരെ സാഹസികമായിട്ടാണ് ആ വാർത്ത കവർ ചെയ്തത്. ഇപ്പോൾ മറ്റ് ചാനലുകളും നമ്മുടെ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുലും ഷിജിനും കൂടി എടുത്തിട്ടുള്ള ഈ സൂപ്പർ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ ഇതര ചാനലുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം പക്ഷേ ആ വാട്ടർമാർക്ക് മാറ്റി സ്വന്തം വാട്ടർമാർക്ക് ഇട്ട് കാണിക്കണം എന്നില്ല. ഇതിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. മറ്റ് ചാനലുകൾ ഈ ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ
കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷേ ഇതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് രാഹുൽ കെ വിക്കും ഷിജിൻ നരിപ്പറ്റയ്ക്കും അവകാശപ്പെട്ടതാണ്. കേരളം കാത്തിരുന്ന ആ സൂപ്പർ എക്സ്ക്ലൂസീവ് വാർത്ത ഇതാ മാതൃഭൂമി ന്യൂസിലൂടെ ലോകം തത്സമയം കാണുകയാണ്. ഗോവിന്ദച്ചാമിയെ പിടികൂടിയിരിക്കുന്നു. കിണറ്റിൽ ഒളിച്ചിരുന്ന നിലയിൽ ഉണ്ടായിരുന്ന ഗോവിന്ദച്ചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്.